പവർവിഷൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കൊരു സുപ്രഭാതം നേരുന്നു. സന്തോഷമുള്ള ഒരു ദിവസമായിട്ട് ഈ ദിവസം തീരട്ടെ. നല്ല വാർത്തകൾ കേൾക്കാൻ നിങ്ങളുടെ ചെവികൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ. മനോഹരമായ കാഴ്ചകൾ കാണാൻ നിങ്ങളുടെ കണ്ണുകൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ. രുചികരമായ ഭക്ഷണം കഴിക്കാൻ നിങ്ങളുടെ വായ്ക്ക് ഭാഗ്യമുണ്ടാകട്ടെ. സ്നേഹമുള്ള സുഹൃത്തുക്കളെ കാണാനും അവരോട് മിണ്ടാനും അവരുടെ അരുമയുള്ള വാക്കുകൾ കേൾക്കാനും നിങ്ങൾക്ക് ഇന്ന് ഇടയാകട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കട്ടെ. അനേകർക്ക് സന്തോഷം കൊടുക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. റോസാപുഷ്പം ഒന്നും നമ്മളിൽ നിന്ന് സ്വീകരിക്കാതെ നമുക്കെല്ലാവർക്കും പറിച്ചെടുത്ത് ചവിട്ടി തിരുമ്മി കളയുന്നവർക്ക് പോലും സുഗന്ധം കൊടുക്കുന്നത് പോലെ നമുക്കായിത്തീരാം. അതിനാണ് ഈ സന്ദേശങ്ങൾ. 16-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യം ഇന്നലെ വായിച്ചപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? പുതുതായിട്ട് ചിലരൊക്കെ ഉണ്ടല്ലേ, സാരമില്ല, ഇംഗ്ലീഷ് വായിക്കാം. ഐ കീപ് മൈ ഐസ് ഓൾവേസ് ഓൺ ദ ലോർഡ്. ഹി ഈസ് അറ്റ് മൈ റൈറ്റ് ഹാൻഡ്, സോ ഐ വിൽ ഓൾവേസ് ബി സെക്യൂർ. മലയാളത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്: ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഐ കീപ് മൈ ഐസ് ഓൾവേസ് ഓൺ ദ ലോർഡ്. എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതേ സാധനം 25-ാം സങ്കീർത്തനത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരിക്കൽ ചെല്ലും, അന്നേരം കാണാം. എൻ്റെ കണ്ണ്, സഹോദരങ്ങളെ, ഈ കണ്ണെന്ന് പറയുന്നതാണ് നമ്മുടെ ലൈഫിനെ നിയന്ത്രിക്കുന്നത്. അല്ലേ? എന്നെ സൈക്കിൾ പിടിപ്പിച്ച ആൾ പറഞ്ഞു, ഹാൻഡിലേലോട്ട് നോക്കരുത്, വീലിലോട്ട് നോക്കരുത്. ഞാൻ അങ്ങോട്ടാണ് നോക്കുന്നത്. നമുക്കറിയില്ലല്ലോ, വിറയ്ക്കുമല്ലേ, ഈ 2 വീലിലുള്ള കളിയല്ലേ. അപ്പോൾ അയാൾ എന്നോടൊരു രഹസ്യം പറഞ്ഞു: കല്ലിലോട്ടും നോക്കരുത്, കുഴിയിലോട്ടും നോക്കരുത്, സൈഡിൽ കനാല് പോകണുണ്ട്, അതിലോട്ടും നോക്കരുത്. നീ എവിടെ നോക്കുന്നു അവിടെ പോയി വീഴുന്നു. അപ്പം എനിക്ക് ഐഡിയ ക്ലിക്ക് ചെയ്തു. അപ്പം എങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങോട്ട് നോക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ സൈക്കിളെ ഞാൻ കൂരിരുട്ടത്ത് 2-3 വലിയ ചവിട്ടുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകണമെങ്കിൽ നാഷണൽ ഹൈവേ, പാലക്കാട് ജില്ലയിലെ ആലത്തൂര് ഹൈവേയിൽ നിന്ന് 3 കിലോമീറ്റർ പോകണം ഞങ്ങളുടെ വീട്ടിലേക്ക്. വണ്ടിയില്ല. ഇപ്പോൾ ഓട്ടോറിക്ഷയും ബസ്സുകളും ഒക്കെ ആയി. ഒരു ഹിൽ പ്ലേസാണ് ഞങ്ങളുടെ. എൻ്റെ സൈക്കിളിന് വഴി അറിയാം. പക്ഷെ ആദ്യ സമയത്ത് എൻ്റെ പൊന്നെ എന്നെ പ്രയാസമായിരുന്നു. അത് കഴിഞ്ഞ് സ്കൂട്ടർ പഠിക്കുമ്പോഴും അത് തന്നെ വന്നു, കാറ് പഠിക്കുമ്പോഴും അത് തന്നെ വന്നു. നമ്മൾ എങ്ങോട്ട് നോക്കുന്നു അങ്ങോട്ടേ വണ്ടി പോകത്തു. പഠിച്ച് വലിയ മിടുക്കന്മാരായ പിന്നെ എങ്ങോട്ട് പുറകോട്ട് നോക്കിക്കൊണ്ടൊക്കെ ഓടിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി കഥകൾ പറയാറുണ്ട്, പറഞ്ഞ സമയം വെറുതെ പോകും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാവും. അതുകൊണ്ട് എൻ്റെ ജീവിതം സെക്യൂറായിരിക്കും എന്നാണ് ഈ കീർത്തനത്തിൻ്റെ ഈ വരികൾ നമ്മോട് പറയുന്നത്. ഇന്നലെ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ പറയുകയാണ്. നമ്മുടെ മനസ്സ് എത്ര സമയം കർത്താവിൽ ഫോക്കസ്ഡ് ആയിരിക്കും എന്നൊന്നുകൂടെ ചെക്ക് ചെയ്യുക. പല പല കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ട്. ചിലപ്പോൾ തമാശകൾ പറയും, പക്ഷേ ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കട്ടെ. നമ്മളെങ്ങോട്ട് പോയാലും നമ്മുടെ ഫോണിന് അതിൻ്റെ സിം ആരുടെയാണോ അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടല്ലേ. ഇവനൊരു ഭയങ്കര സംഭവമായി ഫോണെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാത്ത കാര്യം നിങ്ങളെപ്പറ്റി ഇവനറിയാം. ഇനിയിപ്പോൾ ഇതിൽ നിന്നെല്ലാം അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഞാൻ പറയാൻ വന്നത്, അതുപോലെ
എന്ത് കാര്യത്തിൽ ഇടപെട്ടാലും കർത്താവുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ, എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാവും. അതുകൊണ്ട് എൻ്റെ ജീവിതം സുരക്ഷിതമായിരിക്കുന്നു. നിൻ്റെ കണ്ണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ ഏകാഗ്രത കർത്താവിലിരിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.